കോട്ടയം ലോക്സഭാ മണ്ഡലമാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കുന്നത്. കോട്ടയം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ അതിശക്തമായിട്ടുള്ള വേരുകളുള്ള ഇടം എന്ന നിലക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. പരമ്പരാഗതമായിട്ട് UDF മണ്ഡലം എന്ന നിലക്ക് സംശയമില്ലാത്തൊരു മണ്ഡലമാണ് കോട്ടയം. ജോസ് കെ മാണിയാണ് അവിടുത്തെ MP എന്ന് നമുക്കറിയാം. കേരള കോൺഗ്രസിലെ തർക്കം ഇപ്പോഴത്തേത് നിർണായക വിഷയമാകും എന്ന് കേരള കോൺഗ്രസ് എന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റിൽ നിന്നായിരിക്കും ഇവിടുത്തെ ചർച്ചകളെല്ലാം തന്നെയും നടക്കുക. കേരള കോൺഗ്രസിലെ തർക്കം നിർണായകമായിട്ടുള്ള ഈ ഒടുവിൽ തെരഞ്ഞെടുപ്പോട് ചേർന്നിട്ട് PJ ജോസഫും മാണിയും തമ്മിലുണ്ടായ തർക്കം അവിടെ ഒരു വിഷയമാകും എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ. ഈ സാഹചര്യമാകുമ്പോഴേക്ക് അതൊക്കെ അതിജീവിച്ച് പോയിട്ടുണ്ടോ, കടന്നു പോയിട്ടുണ്ടോ എന്ന കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതായി വരും. 2014 അദ്ദേഹത്തിൻ്റെ വോട്ട് മാത്യു ടി തോമസിനെതിരെ ജോസ് കെ മാണിക്ക് 1,20,599 വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. 1,20,599 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ജോസ് കെ മാണിക്ക് ഉണ്ടായിരുന്നത്. മാത്യു ടി തോമസ് LDFന് വേണ്ടി 3,03,595 വോട്ടുകൾ ആകെ സമാഹരിച്ചു. 4,24,194 വോട്ടുകൾ ജോസ് കെ മാണി നേടി. നോബിൾ മാത്യു ആയിരുന്നു NDAയുടെ സ്ഥാനാർത്ഥി. 44,357 വോട്ടുകൾ മാത്രമേ അവിടെ BJP NDA കക്ഷികൾക്കുള്ളൂ. 1,20,599 എന്ന വലിയ ഭൂരിപക്ഷമാണ് ജോസ് കെ മാണിക്ക് ഓർമ്മയിൽ വെക്കണം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം 80,395 എന്ന നിലയിലേക്ക് കുറയുകയുണ്ടായി. 2016 80,395 എന്ന നിലയിലേക്ക് 1,20,000 മുകളിലുണ്ടായിരുന്ന വോട്ട് ഭൂരിപക്ഷം കുറഞ്ഞ കാഴ്ചയാണ് കാണുന്നത്. നമുക്കറിയാം കോട്ടയം, ഏറ്റുമാനൂർ, പുതുപ്പള്ളി, പിറവം, കടുത്തുരുത്തി, വൈക്കം, പാല ഇതാണ് നിയമസഭാ മണ്ഡലങ്ങൾ. CPM ഒരിടത്ത്, CPI ഒരിടത്ത്, കോൺഗ്രസ് 2 മണ്ഡലങ്ങളിൽ, മാണി കോൺഗ്രസിന് 2 സീറ്റുകളുണ്ട്, ജേക്കബ് ഗ്രൂപ്പിന് 1. ഇങ്ങനെയാണ് അവിടുത്തെ നില. കോട്ടയത്തെ നിയമസഭാ മണ്ഡലങ്ങളുടെ ചിത്രം അങ്ങനെയാണ്. ഇപ്പോഴത്തേത് ജോസ് കെ മാണി തന്നെ മത്സരിക്കുന്നു എന്ന സാഹചര്യം നമുക്കറിയാം. VN വാസവൻ നല്ല ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി, CPMൻ്റെ മുൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ആൾ, അവിടെ മണ്ഡലത്തിൽ വലിയ പരിചിതനായിട്ടുള്ള ആൾ, അദ്ദേഹം VN വാസവൻ മത്സരിക്കുന്നു. ഇപ്പോൾ തോമസ് ചാഴിക്കാടൻ ഇപ്പുറത്ത് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. നമുക്കറിയാം അവിടെ ഉണ്ടായ തർക്കങ്ങൾക്ക് ഒടുവിൽ PJ ജോസഫും മറ്റുമൊക്കെ ഉയർത്തിയ പ്രശ്നങ്ങൾക്കൊടുവിലാണ് അവിടെ തോമസ് ചാഴിക്കാടൻ UDF സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത്. PC തോമസ് NDAക്ക് വേണ്ടി മത്സരിക്കുന്നു. കേരള കോൺഗ്രസ് വേരുകളുള്ള, കേരള കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ പ്രത്യേക പാർട്ടിയുള്ള PC തോമസ് ഇത്തരം നീക്കങ്ങളിലൂടെ വിജയം വരെയും നേടിയിട്ടുള്ള ചരിത്രമുള്ള നേതാവാണ് അദ്ദേഹം NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അത് ശക്തമായിട്ടുള്ള മത്സരം, വിജയിക്കാൻ തന്നെയുള്ള മത്സരം എന്നാണ് അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തെ വിശേഷിപ്പിക്കുന്നത്. തോമസ് ചാഴിക്കാടൻ കേരള കോൺഗ്രസിൻ്റെ സ്വാധീനം തന്നെയാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്. മാണി ഗ്രൂപ്പിലെ മുതിർന്ന നേതാവായ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യക്തിബന്ധങ്ങൾ അവിടെ അദ്ദേഹത്തിന് അതിശക്തമായിട്ടുണ്ട്. അവിടുത്തെ സ്വാഭാവികമായിട്ടും ഈ മാണി ഗ്രൂപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ എന്ന നിലക്കുള്ള അതിശക്തമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളുടെ ശൃംഖല അദ്ദേഹത്തിനുണ്ട്. മുൻ MLA എന്ന നിലയിലെ പ്രവർത്തനം തോമസ് ചാഴിക്കാടന്, സൗമ്യനായിട്ടുള്ള നേതാവ് എന്ന നിലക്കുള്ള പ്രതിച്ഛായ, ഇതൊക്കെ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വരുന്നതാണ്. VN വാസവനും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിനും ചേരും. ഈ വ്യക്തിബന്ധങ്ങളുടെ കാര്യങ്ങളിലൊക്കെ അടക്കം മുൻ MLA എന്ന നിലയിലെ പ്രവർത്തനം അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ളതാണ്. മികച്ച സംഘാടകനാണ്. മണ്ഡലത്തിലാകെ തന്നെ നല്ല പരിചയമുള്ള ആളാണ്. സാമുദായിക വോട്ടുകൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വരാവുന്നവ അവിടെ ഉണ്ട് എന്നാണ് ആ തരത്തിലുള്ള നിരീക്ഷണം. കേരള കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ ഈ പറയുന്നത് പോലെ വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെ പാർട്ടി പിളർന്നേക്കുമോ എന്ന തോന്നൽ വരെ ഉണ്ടാക്കിയ ജോസഫ് മാണി തർക്കം അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വന്നേക്കും എന്ന ഒരു കാര്യം LDF ക്യാമ്പ് കണക്ക് കൂട്ടുന്നുണ്ട്. PC തോമസിന് ഒരുപക്ഷെ മറ്റുള്ളിടങ്ങളിൽ ഉള്ളതിനേക്കാൾ NDA സ്ഥാനാർത്ഥി എന്ന നിലക്ക് അദ്ദേഹത്തിന് ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. മുൻ MP ആണ്, കേന്ദ്രമന്ത്രി എന്ന നിലയിലെ പ്രവർത്തനമുണ്ട്. അദ്ദേഹത്തിന് ക്രൈസ്തവ സഭകളുമായിട്ട് നല്ല ശക്തമായിട്ടുള്ള ബന്ധമുണ്ട്. അതായത് ഈ ഏതെങ്കിലും NDA സ്ഥാനാർത്ഥിക്കുള്ളതിനേക്കാൾ കൂടുതൽ ബന്ധം അദ്ദേഹത്തിനുണ്ട്. മണ്ഡലത്തിൽ സുപരിചിതനാണ്. പ്രത്യേകമായിട്ടൊരു ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത അത്രയ്ക്ക് നേരത്തെ പറഞ്ഞ മറ്റു 2 സ്ഥാനാർത്ഥികളുടെ അത്ര തന്നെ സീനിയോറിറ്റി ഉള്ള നേതാവാണ് PC തോമസ് എന്ന കാര്യം നമ്മുടെ മുന്നിലുണ്ട്. ശ്രീ NJ നായരിൽ തുടങ്ങാം. ശ്രീ NJ നായർ, കോട്ടയത്ത് ഈ പറയുന്ന കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾക്കിടയിലെ തർക്കം അത് ഒരു വിധിയെ നിർണ്ണയിക്കുന്ന ഏതെങ്കിലും വിധത്തിലൊരു മറിച്ചൊരു വിധി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാക്കുമോ? തീർച്ചയായും ഈ കേരള കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ തലേ ദിവസം വരെ നിലനിന്നു. അത് ഒരു വിഷയം. 2, PC തോമസിൻ്റെ രംഗപ്രവേശനത്തോടുകൂടി അദ്ദേഹം ഏത് വോട്ട് ഷെയർ ആയിരിക്കും കൊണ്ടുപോകുന്നതെന്നുള്ളത് ഒരു വലിയ നിർണായക ഘടകമാണ്. കാരണം അദ്ദേഹത്തിന് വ്യക്തിപരമായി ധാരാളം ബന്ധങ്ങളുള്ള സ്ഥലം, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ വളരെ സ്വാധീനമുള്ള സ്ഥലം. ഈ നിലയ്ക്ക് അദ്ദേഹത്തിന് വളരെ ഗണ്യമായ രീതിയിൽ കേരള കോൺഗ്രസ് വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയും. പിന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ട് ബേസ് ഇൻടാക്റ്റ് ആയിട്ടാണ് പല സ്ഥലങ്ങളിലും കാണുന്നത്, കോട്ടയമടക്കം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ കേരള കോൺഗ്രസ് വോട്ട് ബേസിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായാൽ നിർണായകമായ രീതിയിൽ
ഇത് ഫലത്തെ സ്വാധീനിക്കും. അത് ആരെയാണ് സഹായിക്കാമെന്ന് സ്വാഭാവികമായി അങ്ങനെ സ്പ്ലിറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി വരാൻ സാധ്യതയുണ്ട്. പിന്നെ പി സി തോമസിന് എത്രമാത്രം ഈ വോട്ട് ബേസിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും? ഈ കോൺഗ്രസും കേരള കോൺഗ്രസ് പ്രവർത്തകരുമായുള്ള അഭിപ്രായ വ്യത്യാസം ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും? കാരണം ജില്ലാ പഞ്ചായത്തിൽ ഇപ്പോൾ പോലും അവിടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. പിന്നെ മാറി മാറി വോട്ട് ചെയ്തതിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. ഈ നേതാക്കന്മാർ തമ്മിൽ മോളിൽ സന്ധിയാകുമ്പോഴേക്കും താഴെ അണികളിലേക്ക് അത് എത്താത്ത പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കേരള കോൺഗ്രസ് വോട്ട് ബേസിൽ ഗണ്യമായ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ മുഴുവനായും ഈ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുമോ എന്നുള്ളൊരു വിഷയമുണ്ട്. പി സി തോമസിന്റെ വ്യക്തിത്വവും അദ്ദേഹത്തിന് പള്ളികളുമായിട്ടും ഈ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള കണക്ഷൻസും വ്യക്തിബന്ധങ്ങളും നിർണായകമായ സ്വാധീനമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ കെ ജെ ജേക്കബ്, ഇവിടെ 1,20,000 വോട്ടുകളുടെ ഭൂരിപക്ഷം ജോസ് കെ മാണിക്ക്, പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 90,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷം, സ്വാഭാവികമായിട്ടും 1,00,000-നടുത്ത് ഭൂരിപക്ഷം എന്തായാലും കൂടുതൽ വോട്ടുകൾ UDF-ന് LDF-നേക്കാൾ കൂടുതലുള്ള മണ്ഡലമാണ്. പക്ഷേ രാഷ്ട്രീയമായിട്ട് തൊട്ടടുത്തുണ്ടായ PJ ജോസഫ് മാണി വഴക്ക്, ഇനി മുന്നണിക്കകത്താണെങ്കിൽ കോൺഗ്രസിന് കേരള കോൺഗ്രസിനോടുള്ള അകൽച്ച, ഒപ്പം കൊടുക്കാവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി BN വാസവൻ, അവിടെ നല്ല വേരുകളുള്ള ഈ പറയുന്ന സാമുദായികമായിട്ടും മതപരമായിട്ടുമൊക്കെ അതിനെയൊക്കെ അതിജീവിച്ച് നിൽക്കുന്ന വ്യക്തിബന്ധങ്ങളുള്ളയാൾ എന്ന് പറയുന്നു. നല്ല നിലക്കുള്ള പ്രവർത്തനം MLA എന്ന നിലക്കൊക്കെ സംഘടിപ്പിച്ചയാൾ, ജില്ലാ സെക്രട്ടറി ആയിരുന്ന് സംഘാടകൻ എന്ന നിലക്കുള്ള പേരുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്രവചനമൊന്നും നമുക്ക് സാധ്യമല്ല, പ്രവചിക്കേണ്ടതുമില്ല, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. പക്ഷേ ഒരു കോട്ടയത്ത് നിന്ന് വ്യത്യസ്തമായ വാർത്തകൾ വരും ഇതിനുശേഷം എന്ന് സംശയിക്കേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടാക്കുമോ ഈ സാഹചര്യങ്ങളെല്ലാം ചേർന്ന്? അതായത് വ്യത്യസ്തമായ വാർത്ത ചിലപ്പോൾ വന്നുകൂടാൻ സാധ്യതയില്ലാത്ത, വരാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് കോട്ടയം. ഈ കോട്ടയത്ത് പിന്നെ 5 നിയമസഭാ മണ്ഡലങ്ങൾ UDF-നാണ്. അതിൻ്റെ അകത്ത് 2 മണ്ഡലങ്ങൾ, ഇപ്പോൾ പാലാ വളരെ സോളിഡായിട്ട് UDF-ൻ്റെ ഒപ്പം ഉണ്ടാവും, പുതുപ്പള്ളി വളരെ സോളിഡായിട്ട് ഉണ്ടാവും. കടുത്തുരുത്തിയും പിറവും. കടുത്തുരുത്തിയിൽ കേരള കോൺഗ്രസ് മാണിയിൽ മോൻസ് ജോസഫാണ് ജയിച്ചത്, പിറവത്ത് അനൂപ് ജേക്കബ്. ഈ കേരള കോൺഗ്രസ് തമ്മിലുള്ള ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഗോത്രവർഗ പാർട്ടിയാണ് എസെൻഷ്യലി. അതിൻ്റെ അകത്തുനിന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൽ അത് പുറത്തേക്ക് സാധാരണ ഇതിൽ വോട്ട് പോകാറില്ല. നമ്മൾ പിരിഞ്ഞാലും കേരള കോൺഗ്രസ്സുകാർ എത്ര പിരിഞ്ഞാലും അവർ സ്വന്തമായിട്ട് കേരള കോൺഗ്രസ് ഉണ്ടാക്കും എന്നുള്ളതല്ലാതെ അവർ കോൺഗ്രസ് ചേർന്നോ CPM ചേർന്നോ നമ്മൾ സാധാരണ കേൾക്കാറില്ല. ഇത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കാൻ വേണ്ടി പോകുന്ന ഒരു മണ്ഡലമാണ് ഈ കോട്ടയം. അതിൻ്റെ അകത്ത് PJ ജോസഫിന് സ്ഥാനാർത്ഥിത്വം കൊടുത്തിട്ടില്ല എന്നുള്ളത്, അത് ജോസ് കെ മാണി എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ്റെ കയ്യിലേക്ക് കേരള കോൺഗ്രസ് പോകും എന്നുള്ള ഒരതൃപ്തി ആ കേരള കോൺഗ്രസിൻ്റെ അകത്തുണ്ട് എന്നുള്ളത് സത്യമാണ്. 2 കേരള കോൺഗ്രസ്, അതായത് കേരള കോൺഗ്രസ് ജോസഫിന് സ്വാധീനമുള്ള കടുത്തുരുത്തി മണ്ഡലവും അനൂപ് ജേക്കബിൻ്റെ പിറവം മണ്ഡലവും അവിടെയുണ്ട്. ആ വോട്ടുകൾ കൂടിയാണ് നമ്മൾ പിന്നെ കേരള കോൺഗ്രസ് M-ൻ്റെ സ്ഥാനാർത്ഥി ബാബു ചാഴിക്കാടിൻ്റെ പിന്നെ അദ്ദേഹത്തിൻ്റെ സാധ്യതകൾക്ക് അനുകൂലമായിട്ട് വരേണ്ട ഘടകങ്ങൾ ഇതാണ്. ഇതിൻ്റെ അകത്തേക്ക് PC തോമസിന് എത്രത്തോളം പിന്നെ കടന്നു ചെല്ലാൻ പറ്റും എന്നുള്ളതാണ്. അതിൻ്റെ പുറത്താണ് നമ്മൾ വ്യത്യസ്തമായ വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള സാധ്യത അവിടെ നിന്നാണ് വരുന്നത്. PC തോമസ് എന്ന് പറയുന്ന കഥാപാത്രം നേരത്തെ മൂവാറ്റുപുഴയിൽ ജയിച്ചത് ഇത്തരം ചില സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയാണ്. പള്ളി അദ്ദേഹം നല്ല ഗംഭീരമായിട്ട് ഉപയോഗപ്പെടുത്തി. അദ്ദേഹത്തിന് കൃഷിക്കാർക്ക് വേണ്ടി അദ്ദേഹം പോരാടുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഇമേജ് അദ്ദേഹം ഗംഭീരമായിട്ട് ഉപയോഗപ്പെടുത്തി. കേരള കോൺഗ്രസ്സുകളൊക്കെ കൂടെ നമ്മൾ എന്തുകൊണ്ട് ഒന്നുകൂടി ഒന്നിച്ചുകൂടാ എന്നൊരു ആലോചന കിടത്തിവിടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആ ഒരു എലമെൻറ്റ് കടുത്തുരുത്തി പിറവം മണ്ഡലങ്ങളിലെ കേരള കോൺഗ്രസ് വോട്ടുകൾ പരിപൂർണമായും ബാബു ചാഴിക്കാടിന് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിനെ കൂടി ആശ്രയിച്ചിരിക്കും വ്യത്യസ്തമായ വാർത്ത പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോട്ടയത്തിൻ്റെ എബിലിറ്റി. അത് നമ്മൾ വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, വളരെ കടുത്ത അതൃപ്തിയാണ് PJ ജോസഫിന് സീറ്റ് കൊടുക്കാതിരുന്നപ്പോൾ മോൻസ് ജോസഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അദ്ദേഹം അവിടെ ജയിച്ചത് വലിയ ഭൂരിപക്ഷത്തിലാണ്. എനിക്ക് തോന്നുന്നത് ഏകദേശം 30,000 വോട്ടിന് മറ്റ് ഭൂരിപക്ഷത്തിലാണ് കടുത്തുരുത്തി മണ്ഡലം കഴിഞ്ഞ പ്രാവശ്യം മോൻസ് ജോസഫ് വിജയിക്കുന്നത്. അദ്ദേഹം ആ പാർട്ടിയിലെ വളരെ ശക്തനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ജോസ് കെ മാണി എന്നുള്ള ഒരൊറ്റ മനുഷ്യൻ്റെ കയ്യിലേക്ക് ഈ പാർട്ടി എത്തിച്ചേരുന്ന അയാളുടെ മാത്രം തീരുമാനത്തിന് കേരള കോൺഗ്രസിന് ഒരു പാർട്ടി വിട്ടുകൊടുക്കണോ എന്നുള്ള കാര്യം കേരള കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് എങ്കിൽ വ്യത്യസ്തമായൊരു വാർത്ത കോട്ടയത്ത് നമ്മൾ കേൾക്കും. അതാണ് ശ്രീലാൽ, ഇവിടെ ഈ PC തോമസ് വിജയിച്ചേക്കാൻ പോലും സാധ്യതയുള്ള സാഹചര്യം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ PC തോമസും ചാഴിക്കാടനും ചേർന്ന് ഈ വോട്ട് കേരള കോൺഗ്രസിൻ്റെ വോട്ട് അങ്ങോട്ട് ശേഖരിച്ച്
ഭിന്നിപ്പിക്കുകയാണെങ്കിൽ ഒരു വിജയം സാധാരണഗതിയിൽ അങ്ങനെ കൂടെ ആലോചിക്കാമല്ലോ. അങ്ങനെ ഒരു വ്യത്യസ്തമായ വാർത്ത വരുമോ? അദ്ദേഹം മറ്റതാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ. അല്ല, PC തോമസ് എന്തായാലും കോട്ടയം മണ്ഡലത്തിൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി തന്നെയാണ്. അദ്ദേഹം ചില ഗിമിക്കുകൾ കാണിക്കും, സർപ്രൈസ് എലിമെൻ്റ് ഉണ്ടാകും അതിനകത്ത്. PC തോമസിനെ കോട്ടയംകാർ കാണുന്നത് NDA സ്ഥാനാർത്ഥിയായിട്ടല്ല, ഒരു കേരള കോൺഗ്രസിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ളത് മാത്രമായിട്ട് തന്നെയാണ്. കേരള കോൺഗ്രസിലേക്ക് എപ്പോൾ തിരിച്ചു വരാം, അല്ലെങ്കിൽ ഒരു കേരള കോൺഗ്രസ് തന്നെയാണ്. ആ ഒരു കേരള കോൺഗ്രസ് NDAയിൽ നിൽക്കുന്നു എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ PC തോമസിന് വേറെ തൊട്ടുകൂടായ്മയൊന്നും കോട്ടയം മണ്ഡലത്തിലില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ നോബൽ മാത്യു ആയിരുന്നു BJP സ്ഥാനാർത്ഥി. നോബൽ മാത്യു സ്വതന്ത്രനായി നിന്ന് മത്സരിച്ച് 44,357 വോട്ടാണ് കോട്ടയത്ത് നേടിയത്. അപ്പോൾ ഈ 44,300 ഈ വോട്ടുകൾ എന്തായാലും അവിടെയുണ്ട്. പിന്നെ PC തോമസിൻ്റെ ഒരു സ്വാധീനം. 2, കേരള കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി, കുറച്ച് പേർക്കെങ്കിലും അതിനോടൊരു വലിയ അതൃപ്തിയുള്ള ഒരു വലിയ വിഭാഗം ഉണ്ടാകും. അവരുടെ വോട്ട് എങ്ങോട്ട് പോകും? അത് PC തോമസിന് തന്നെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനോടൊപ്പം തന്നെ കേരള കോൺഗ്രസിനെ പിന്നിൽ നിന്ന് കുത്തി എന്നൊരു വലിയ വികാരം കോട്ടയത്ത് കോൺഗ്രസ്സുകാർക്കുമുണ്ട്. ഉമ്മൻചാണ്ടി ഇടപെട്ടിട്ട് പോലും പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല, അങ്ങനെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി മത്സരിക്കാൻ ആലോചിച്ചു, ഇങ്ങനെയുള്ള വലിയ വലിയ ഘടകങ്ങൾ അവിടെ നിൽക്കുന്നു. ജോസ് കെ മാണി പിടിച്ചു വാങ്ങി, ജോസ് കെ മാണിക്ക് ഒരു പണി കൊടുക്കണം എന്നുള്ള ഒരു ആലോചനയും അവിടുത്തെ കോൺഗ്രസ്സുകാർക്കിടയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു സൂചനകളും നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ഇവർ കോട്ടയംകാരായ കോൺഗ്രസ്സുകാർ അത് വാസവനായിരിക്കില്ല ഒരു പക്ഷേ പോവുക, അത് PC തോമസിന് പോകാനുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ. PC തോമസ് ഒരു ഘടകം തന്നെയാണ് കോട്ടയത്ത്. PC തോമസ് കേരള കോൺഗ്രസിന് വോട്ട് പിടിച്ചു മാറ്റിയാൽ ഈ പറഞ്ഞതുപോലെ പിന്നെ വാസവന് വേറൊരു വലിയ ഗുണമുള്ളത്, വാസവന് CPM സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ തവണ മാത്യു തോമസ് ആയിരുന്നു JDS സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഇറങ്ങുന്നതിനേക്കാൾ കൂടുതൽ വാസവനെ പോലൊരു നേതാവിന് വേണ്ടി തീർച്ചയായും അവർ എണ്ണയിട്ടന്ത്രം പോലെ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ സംശയമില്ല, പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ. ശരി രാജീവ്, ഇവിടെ KM മാണി എന്ന അധികായൻ കേരള കോൺഗ്രസിൻ്റെ ഉടൽ രൂപം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇല്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അതായത് വലിയ ഫൈറ്റ് ഈ പാർട്ടിക്കകത്ത് നടക്കുന്നു. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലൊക്കെയുള്ള പാർട്ടികളെ പോലെ അല്ലെങ്കിൽ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയൊക്കെ പോലെ ഒരു പാർട്ടിയായിട്ട് പരിഗണിച്ചാൽ അതിനകത്ത് ഈ പറയുന്ന പരസ്പര പോര് നടക്കുന്ന സമയം തന്നെയും അതിനെ ചേർത്ത് നിർത്തേണ്ടുന്ന നേതൃരൂപം ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടെയാണ്. അതിനെങ്ങനെ കാണും? എന്ത് സംഭവിക്കും? ഇപ്പോൾ KM മാണിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർഭാഗ്യകരമായ അവസ്ഥയാണ്. അദ്ദേഹം ആരോഗ്യപരമായി അദ്ദേഹത്തിന് തീരെ വയ്യാത്ത ഒരു സാഹചര്യം. കോട്ടയത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഏത് തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാലും കഴിഞ്ഞ എത്രയോ നാളുകളായി, എത്രയോ വർഷങ്ങളായി, എത്രയോ പതിറ്റാണ്ടുകളായി തെരഞ്ഞെടുപ്പ് രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നേതാവ് അദ്ദേഹം ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം അവിടെയുണ്ട്. പക്ഷേ അതിനപ്പുറം ഈ കോട്ടയം മണ്ഡലത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, ലോക്സഭാ മണ്ഡലത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, പല നിയമസഭാ മണ്ഡലങ്ങളും UDFൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ പല നിയമസഭാ മണ്ഡലങ്ങളും പല നേതാക്കളുടെ കേന്ദ്രങ്ങളാണ്. പുതുപ്പള്ളി ഉമ്മൻചാണ്ടി, കോട്ടയം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇനി മറ്റ് ഘടകകക്ഷികളിലേക്ക് പോയാൽ പിറവം അനൂപ് ജേക്കബ്, അത് വേറൊരു പാർട്ടി UDFൽ തന്നെ, കടുത്തുരുത്തി PJ ജോസഫ് വിഭാഗത്തിൻ്റെ മോൻസ് ജോസഫ്, പാല KM മാണി. ഇങ്ങനെ ഇത് ഈ 5 നേതാക്കളോ പാർട്ടികളോ ചേരുന്ന ഒരു മുന്നണിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്തെ UDF. അത് നന്നായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ മുന്നണി എന്ന രീതിയിൽ അടിച്ചു കയറി പോകാം. പക്ഷേ ഇതിനിടയിൽ ഈ എതിർപ്പിൻ്റെയും അഭിപ്രായ വ്യത്യാസത്തിൻ്റെയും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇതിനകത്ത് കോർഡിനേഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. LDFൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ തെക്കൻ കേരളത്തിലെ അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂർ മണ്ഡലങ്ങളിൽ LDFന് വോട്ട് ബേസ്, എണ്ണത്തിൽ വോട്ട് കുറവുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം. കഴിഞ്ഞ തവണ കഷ്ടിച്ച് 3 ലക്ഷം വോട്ട് മാത്രം കിട്ടി. ഇപ്പോൾ സുരേഷ് കുറുപ്പ് മത്സരിക്കുമ്പോൾ കുറച്ചുകൂടെ മെച്ചമായിരുന്നു അവസ്ഥ. പക്ഷെ വോട്ട് ബേസ് കുറവാണ്, തീരെ കുറവായ ഒരു സ്ഥലമാണ്. അവിടെയാണ് ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ VN വാസവനിലൂടെ CPM ശ്രമിക്കുന്നത്. ഇത് 2 വശത്തും നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനം അവിടെ വിജയിയെ നിർണ്ണയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഘടകം എന്ന് പറയുന്നത് PC തോമസാണ്. PC തോമസിന് ആ ക്രൈസ്തവ മേഖലകളിലേക്കാണെങ്കിലും കർഷകരുടെ ഇടയിലേക്കാണെങ്കിലും ഇറങ്ങിച്ചെല്ലാനും അവരുടെ വോട്ട് വാങ്ങിക്കാനും ഉള്ള കഴിവ് അത് 2004 അദ്ദേഹം തെളിയിച്ചതാണ്. കേരളത്തിൽ ഒരു NDA സ്ഥാനാർത്ഥിയായി അത് ഒരു ക്രൈസ്തവ ഒരു ന്യൂനപക്ഷത്തിൽ നിന്ന് ഒരാൾ വന്ന് ഇപ്പോൾ പോലും ആലോചിക്കാൻ പറ്റാത്ത ഒരു കാലത്ത് വന്ന് ജയിച്ചു പോകുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് PC തോമസ്, അതിനുശേഷം PC തോമസ് പല മാറ്റം മറിച്ചിലുകൾ നടത്തി ജയമുണ്ടാകുമെന്ന് അങ്ങനെ വിജയത്തെ നിർണ്ണയിക്കുക, പരാജയപ്പെടുത്താനുള്ള അതാണ്. അത് ഞാൻ ചോദിക്കുന്നത്, ഈ
അത് അനുകൂലമായിട്ട് വരുമെന്ന് LDF യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യബോധത്തോടെ അങ്ങനെ ആലോചിക്കാനാകും? അതായത് PC തോമസ് പിടിക്കുന്ന വോട്ടുകൾ തങ്ങൾക്ക് വിജയമുണ്ടാക്കി തരുമെന്ന്, കോട്ടയം പോലൊരിടത്ത് LDF വിജയമുണ്ടാകുമെന്നത് അത് ഒരു അസാധാരണമായ സാഹചര്യമായിരിക്കില്ലേ? അല്ല, അവിടെ അങ്ങനെ ഒരു വെല്ലുവിളി നേരിടുമ്പോൾ UDF ഒറ്റക്കെട്ടായി നിന്നാൽ വിജയം തിരിച്ചു പിടിക്കാൻ പറ്റും. അതിന് കഴിയുന്ന ഒരു മണ്ഡലമാണ് കോട്ടയം മണ്ഡലം. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ട്. പക്ഷേ അതിൽ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തോട് കോൺഗ്രസ്സുകാർക്കുള്ള കടുത്ത പക, എതിർപ്പ് എന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാരെ ഇത്രത്തോളം വില കുറച്ച് കാണുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമായിട്ടാണ് കേരള കോൺഗ്രസ് അവിടെ നിലനിൽക്കുന്നത്. അത് ഇതിനിടയിൽ ഉണ്ടായ പിണക്കം, തിരിച്ചുവരവ്, മകന് വേണ്ടി ജോസ് കെ മാണിക്ക് വേണ്ടി രാജ്യസഭാ സീറ്റ് എടുത്തത്, ഇതെല്ലാം യഥാർത്ഥ കോൺഗ്രസ്സുകാരെ മുറിവേൽപ്പിച്ച കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇത്തവണ ഈ കോൺഗ്രസ്സുകാർക്ക് അവിടെ വലിയ തോതിൽ ഉമ്മൻചാണ്ടി അടക്കം കോട്ടയം മണ്ഡലത്തിൽ വലിയ തോതിൽ പ്രചാരണം നടത്താതിരിക്കാനുള്ള കാരണങ്ങൾ വേറെയുണ്ട്. വയനാട്ടിൽ പോകണം, ചാലക്കുടി ജേക്കബിലേക്ക് ചോദിച്ചു. ജേക്കബ്, അവിടെ ഈ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു നേതൃരൂപം, നായകരൂപം എന്ന നിലക്ക് KM മാണി എല്ലായ്പ്പോഴും ഉണ്ടാകാറുണ്ടായിരുന്നു. ഈ ആളുകളെ, ഈ വ്യക്തിയോടുള്ള ആരാധന, അദ്ദേഹത്തോടുള്ള വലിയ ആഭിമുഖ്യം എന്നത് തന്നെയാണ് അവിടുത്തെ വോട്ടർമാരെ ഒത്തുചേർത്തുന്ന. രാജീവ് ചൂണ്ടിക്കാണിച്ച പോലെ പലയിടങ്ങളിൽ പല നേതാക്കളാണ്. പക്ഷേ KM മാണി അതിനകത്ത് കുറച്ചുകൂടി ഉയർന്നു നിൽക്കുന്ന ഒരു നേതാവാണല്ലോ. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം പ്രചാരണ രംഗത്ത് എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഒപ്പം ഉമ്മൻചാണ്ടിക്ക് അവിടെ ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നുകൊണ്ടും മറ്റുള്ളിടങ്ങളിലെല്ലാം പോകണമെന്നുള്ളതുകൊണ്ടുമുണ്ട്. ഇതെല്ലാം ചേർന്ന് ഈ കാര്യങ്ങൾ കൂടെ അതോടൊപ്പം ചേർത്ത് വെക്കേണ്ടി വരില്ലേ? അത് എങ്ങനെ വേണമെങ്കിലും വരാം. കാരണം KM മാണിക്ക് സുഖമില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തോടുള്ള ഒരു സഹതാപത്തിൻ്റെ രൂപത്തിൽ വരാം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു സനേഷം, ഇതൊക്കെ സത്യത്തിൽ നമ്മൾ കൊച്ചു ഈ പ്രാദേശിക നേതാക്കന്മാരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് എന്നുള്ളത് കോട്ടയംകാർക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ KM മാണിയുടെ അഭാവത്തെ ഇല്ലായ്മ അഭാവം കൊണ്ടുണ്ടാക്കുന്ന ശൂന്യത മറികടക്കുന്ന തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഒരു ഡിമാൻഡിങ് ആയിട്ടൊരു അവസ്ഥ ഉണ്ട് എന്നുള്ളത് UDF സഹായം ചെയ്യുന്ന മണ്ഡലങ്ങൾ ഒന്നാണ് പിന്നെ കോട്ടയം. പിന്നെ നിങ്ങൾ എഡിറ്റർ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ കേരള UDF പാർട്ടികൾ ഒരുമിച്ച് നിന്നാൽ അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ കാരണമുണ്ട്. ഇവിടെയൊക്കെയാണ് സത്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ വരവ് വലിയ ഇമ്പാക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ KM മാണി ഇല്ല എങ്കിൽ കൂടിയും രാഹുൽ ഗാന്ധി ഉണ്ടാക്കുന്ന ഒരു ഓളം അത് പ്രതിഫലിക്കാതിരിക്കാൻ സാധ്യതയില്ല. അത് കോട്ടയം മണ്ഡലത്തിൽ അത് വന്നേ പറ്റൂ. അത് ഒരു ഒന്നിപ്പിക്കുന്ന ഘടകമായിട്ട് മാറും. അതുകൊണ്ട് KM മാണിയുടെ അഭാവം, അദ്ദേഹത്തിന് സുഖമില്ലാതിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു സഹതാപത്തിന് എലമെൻറ്റ് വരാം. രാഹുൽ ഗാന്ധിയുടെ വരവ്, അതായത് ഒരു സെക്യുലർ വോട്ടുകൾ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഒന്നാണ് കോട്ടയം. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇന്റേണൽ ഡിസെൻഷൻസ് എത്രത്തോളം PC തോമസിന് ഉപയോഗിക്കാം എന്നുള്ളത് മാറ്റി നിർത്തിയാൽ സാധാരണഗതിയിൽ UDF പേടിക്കേണ്ടാത്ത മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് കോട്ടയം. ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ എങ്കിലും നമുക്ക് ഇനിയും 15 ദിവസങ്ങളുണ്ട്. ഇതിൻ്റെ അകത്ത് PC തോമസിൻ്റെ എലമെൻറ്റ് തന്നെയാണ് നിർണ്ണായകം. അത് തന്നെയാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട. നമ്മൾ ആ മണ്ഡലത്തെ പറ്റി ആലോചിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ആലോചിക്കേണ്ടത് PC തോമസ് എന്ന പേരാണ്. അദ്ദേഹം ഒരുപക്ഷെ വിജയിക്കുകയുണ്ടാവില്ല, പക്ഷേ അതായിരിക്കും അവിടെ വിധിയെ നിർണ്ണയിക്കുക എന്നതാണ് കോട്ടയത്തെ സംബന്ധിച്ച് നമ്മൾ കൊണ്ടുപോകേണ്ടുന്ന പ്രധാനപ്പെട്ട പോയിന്റ്.